ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇല്ലാതായി പോകുന്ന പുഴയും കുന്നും കുളങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തുന്നത് ഒരു ജനതയുടെ ഓർമ്മയെ തന്നെയാണ്. ഓർമ്മപ്പെടുത്തലിന്റെ പുത്തൻ കാഴ്ചകളുമായി ഗ്രീൻ കേരള എക്സ്പ്രസ് യാത്ര തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസ് ഇവിടെ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ കോമളവല്യമ്മ, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ശ്രീ G വിജയരാഘവൻ. ലോകത്ത് കിണറുകളുടെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. കൂടാതെ 44 നദികളും ശരാശരി 3000 മില്ലിലിറ്ററോളം മഴയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാലും വേനലായാൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് നമ്മൾ മലയാളികൾ. ഈ ഒരു അവസരത്തിൽ തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിന് പറയാനുള്ളത് വ്യത്യസ്തമായൊരു കഥയാണ്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത്. അപ്പൊ നമുക്ക് മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ പ്രതിനിധികളെ പരിചയപ്പെടാം അല്ലേ. പഞ്ചായത്തിൽ നിന്ന് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CA ബാബു, വൈസ് പ്രസിഡന്റ് ശ്രീ M ഗോവിന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ TA മണികണ്ഠൻ, കൂടാതെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ AP ബെന്നി എന്നിവരാണ്. മുല്ലശ്ശേരി പഞ്ചായത്തിനെ പ്രേക്ഷകർക്ക് എങ്ങനെ പരിചയപ്പെടുത്താനാണ് സാർ ആഗ്രഹിക്കുന്നത്? മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പേരുകൊണ്ട് തന്നെ ഒരു വേറിട്ട പഞ്ചായത്ത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഐതിഹ്യങ്ങളിൽ പറയുന്നത് മുല്ലശ്ശേരി എന്നായിരുന്നു. മുല്ല എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നും ചേരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അത് ലോപിച്ച് മുല്ലശ്ശേരി ആയി എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഏകദേശം 11.5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന പഞ്ചായത്താണ്. പഞ്ചായത്തിൻ്റെ 2 മേഖല, പടിഞ്ഞാറൻ മേഖലയും കിഴക്കൻ മേഖലയായിട്ട് നോക്കുമ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ 2-3 വാർഡുകൾ തീരദേശ മേഖലയാണ്. ഈ തീരദേശ മേഖലയിൽ ആ പ്രദേശത്ത് ഉപ്പുവെള്ളം അല്ലെങ്കിൽ പുളിവെള്ളമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയെടുത്ത് നോക്കുമ്പോൾ ഏകദേശം 7-8ഓളം വരുന്ന കരകൾ അല്ലെങ്കിൽ തിരുത്തുകളായിട്ട് കുന്നും പ്രദേശങ്ങൾ, ചുറ്റുപാടും വയലുകളാൽ ചുറ്റപ്പെട്ട കുന്നും പ്രദേശങ്ങളാണ് പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖല. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിനെ കുറിച്ച് ചിലതൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ പഞ്ചായത്ത് ഒന്ന് കാണണ്ടേ? പഞ്ചായത്തിന്റെ കാഴ്ചകളിലേക്ക്. തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി. ഒൻപത് ദേശങ്ങളും 8 കരകളും ചേർന്ന പ്രദേശമാണ് ഇത്. ധാരാളം ചെറിയ തുരുത്തുകളും ഈ പ്രദേശത്തുണ്ട്. മുല്ലശ്ശേരി കനാൽ, കടന്തോട് പുഴ, പരപ്പുഴ എന്നിവയാണ് പ്രധാന ജലസ്രോതസ്സുകൾ. ഇവിടെ 275 ഏക്കറോളം വരുന്ന കോൾനിലങ്ങളുണ്ട്. പറമ്പന്തള്ളി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മുകൾ തട്ടിൽ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ 2 ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഈ പ്രദേശത്തിലെ നാടുവാഴികളായിരുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ആസ്ഥാനമായിരുന്നത്രേ പറമ്പന്തള്ളി ക്ഷേത്രം. മുല്ലശ്ശേരിയുടെ വികസനത്തിന്റെ പ്രധാന പദ്ധതി എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് കൂടുതൽ പഞ്ചായത്ത് പ്രാമുഖ്യം കൊടുക്കാറ്. പ്രത്യേകിച്ച് ശുദ്ധജല ക്ഷാമമുള്ള കുടിവെള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഭവന നിർമ്മാണവും. അതിൽ ശുദ്ധജല പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട്
ഗ്രാമപഞ്ചായത്ത് മറ്റ് സർക്കാരിൻ്റെ തന്നെ വിവിധ ഏജൻസികളായുള്ള വാട്ടർ അതോറിറ്റികളെ ഒന്നും തന്നെ ബന്ധപ്പെടുത്താതെ തന്നെ ഗ്രാമപഞ്ചായത്ത് നേരിട്ട് നടപ്പിലാക്കിയിട്ടുള്ള 10 കുടിവെള്ള പദ്ധതികൾ പഞ്ചായത്തിൽ നിലവിലുണ്ട്. ഗ്രാമപഞ്ചായത്തിന് ആകെ 14 വാർഡുകളാണ് നിലവിലുള്ളത്. ഇനി 3 ബൃഹത്തായ പദ്ധതികൾ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ പഞ്ചായത്തിൽ കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു പാകത്തിൽ നിൽക്കുന്ന 3 പദ്ധതികൾ പഞ്ചായത്തിലുണ്ട്. നമുക്ക് പഞ്ചായത്തിന്റെ വികസന കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങിയെത്താം. മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ കിഴക്ക് ഭാഗം കുന്നിൻ പ്രദേശവും പടിഞ്ഞാറ് തീരപ്രദേശവുമാണ്. കുന്നിൻ മുകളിൽ കിണർ കുത്തുക എന്നത് ഏറെ പണച്ചിലവുള്ളതും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യമാണ്. പടിഞ്ഞാറ് തീരപ്രദേശത്ത് കിണർ കുത്തിയാൽ കിട്ടുന്നത് പുളിവെള്ളവുമാണ്. ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ വികസന പദ്ധതികളിൽ മുൻഗണന കുടിവെള്ളത്തിന് തന്നെയാണ്. മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം കുടിവെള്ളക്ഷാമമായിരുന്നു. ധാരാളം കുന്നുകളും തുരുത്തുകളുമുള്ള ഈ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുക എന്നത് ഏകദേശം അസാധ്യമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ ജനകീയ ആസൂത്രണത്തിന് ശേഷം 12ഓളം കുടിവെള്ള പദ്ധതികളാണ് ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് മുല്ലശ്ശേരി പഞ്ചായത്തിലെ തിരുനെല്ലൂർ എന്ന തീരദേശ പ്രദേശമാണ്. ഇവിടെ കുടിവെള്ളത്തിനായി എവിടെ കിണർ കുഴിച്ചാലും അവിടേക്ക് പുളിവെള്ളമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുദ്ധജലക്ഷാമം ഇവിടെ വളരെ രൂക്ഷമാണ്. ഒരുപാട് കാലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പൂർവികരായിട്ട് തന്നെ ഈ ഭാഗത്ത് കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമം. വഞ്ചികളിലും അതേപോലെ തന്നെ കിലോമീറ്ററുകളോളം കുടങ്ങൾ താണ്ടിയിട്ടും വെള്ളത്തിന് പോകേണ്ട സന്ദർഭങ്ങളാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത്. ഈ സമയത്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി മുല്ലശ്ശേരി പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. തിരുനെല്ലൂരിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്താണ് ഓപ്പൺ വെല്ലും ടാങ്കും സ്ഥാപിച്ചിരിക്കുന്നത്. 20,000 ലിറ്ററാണ് ഈ ടാങ്കിന്റെ സംഭരണശേഷി. 8 ലക്ഷം രൂപ മുടക്കി പണി കഴിപ്പിച്ച ഈ പദ്ധതി കഴിഞ്ഞ മാസമാണ് പൂർത്തീകരിച്ചത്. കൂലിപ്പണി ചെയ്ത് അന്ത്യാവോളം കൂലിപ്പണിക്ക് പോയിട്ടും വൈക്കോലെല്ലാം പോയിട്ടൊക്കെ വന്നിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിലോ കുളിക്കണമെങ്കിലോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ ഭാഗത്ത് അലച്ചിൽ അത് സങ്കടം ഒക്കെ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് ഇപ്പം ഈ അടുത്ത കാലത്താണ് ഞങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ സംവിധാനം പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് ലൈൻ വലിക്കാം കിണർ കുത്താം എന്നുള്ളൊരു ചുറ്റുപാടായത്. അത് തുടങ്ങിയിട്ട് ഇപ്പോൾ 10-11 വർഷത്തിൻ്റെ അടുത്തോളമായി. ഇപ്പോൾ ഏകദേശം കുറച്ച് വീടുകളിലേക്കൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് സ്ഥലം ഇവിടുന്ന് ഇനി ഒരു 1000 മീറ്ററെങ്കിലും ഉള്ളിലേക്ക് പോയാൽ ഇനിയും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇതിൽ വളരെയധികം കഷ്ടപ്പെടുന്നത് കിണറുകളുണ്ടെങ്കിൽ അതിൽ കുത്തിയാൽ തന്നെ വരുന്നത് ചുവന്ന വെള്ളം അല്ലെങ്കിൽ ഉപ്പുള്ള വെള്ളം, പ്രാഥമിക ആവശ്യം നടത്താൻ പോലും പറ്റാത്ത തരം വെള്ളമാണ്. അംബേദ്കർ കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതാണ് മറ്റൊരു പദ്ധതി. ഈ ടാങ്കിൽ നിന്നുമാണ് അംബേദ്കർ കോളനിയിലേക്ക് കുടിവെള്ളം ലഭിക്കുന്നത്. 1/2 കിലോമീറ്റർ അകലെയുള്ള ഓപ്പൺ വെല്ലിൽ നിന്നാണ് ഇവിടേക്ക് ശുദ്ധജലം പമ്പ് ചെയ്യുന്നത്. 50,000 ലിറ്ററാണ് ഈ ടാങ്കിന്റെ സംഭരണശേഷി. 250ഓളം കുടുംബങ്ങൾ ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഈ ടാങ്കി വന്ന് ഉപയോഗപ്പെടുത്തി വന്നപ്പോൾ കോളനി ഭാഗത്ത് വീടുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് നേരിട്ട് ഓരോ വീട്ടുകാർ കോളനിയിൽ വാടകയ്ക്ക് കൊടുത്താൽ അവർക്കിത് പൈപ്പ് ഇട്ടിട്ട് വീട്ടുകളിലേക്ക് പിടിക്കുക. പൈപ്പിൻ്റെ ടാപ്പ് ഊരി ടാങ്കിയിലേക്ക് ഹോട്ടലിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. വാഴ നനയ്ക്ക് 10 സെൻറ്റ് സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ 20 വാഴ വെച്ചിട്ടാണ് വെച്ചിക്കണ്. 10 സെൻറ്റ് സ്ഥലം ആകെയുള്ള അവർക്ക് 10ൻ്റെ പൈസ അവർ ഇതിൻ്റെ ഒരു പിരിവുണ്ട്. ഇവിടെ ഇതിൻ്റെ സംഘടനയ്ക്ക് ഒരു പിരിവുണ്ട്. നടത്തിപ്പേരിന് കാശ് കൊടുക്കാനോ മെയിൻ്റനൻസ് വാടക കൊടുക്കാനും അതിന് ചെന്ന് ചോദിച്ചാൽ അവർക്ക് ആർക്കും തരാനുമില്ല. ഇത് കംപ്ലൈൻറ്റ് വന്നാൽ ഒന്നോലെ സെക്രട്ടറിയുടെ നെഞ്ഞത്ത് കയറി അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പേരിൻ്റെ നെഞ്ചേരി അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരുടെ എല്ലാവരും മെക്കിട്ട് കയറി. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളവർക്ക് ഇതിലുണ്ടായിരുന്ന ഞങ്ങൾക്ക് വരെ ഉന്തുന്നാൾ വരെ കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം ദുരുപയോഗപ്പെടുത്തുന്ന ഈ ചെടി വാഴയും വയ്ക്കാനാണോ ഈ കുടിവെള്ളം കൊടുക്കുന്നത്? ജനങ്ങൾക്ക് വീട്ടിൽ കുടിക്കാനും ഭക്ഷണം വയ്ക്കാനാണോ ഇത് കൊടുക്കണമെന്ന് ഒന്നും അറിയണം. മാനന മുല്ലശ്ശേരിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഈ ഭാഗത്തെ ജനങ്ങൾക്കായി 5000 ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു ടാങ്ക് നിലവിലുണ്ട്. ഇതുകൂടാതെ 50 ലക്ഷം രൂപ മുടക്കി 1 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കിന്റെ പണികൾ നടന്നുവരികയാണ്. 400ഓളം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിരിക്കും. മുല്ലശ്ശേരി
താമരശ്ശേരി പഞ്ചായത്തിലെ കുന്നുംപ്രദേശമായ ഇലവത്തൂരാണിത്.